നിങ്ങളുടെ ഈ കൊലച്ചിരി ഉണ്ടല്ലോ കരിയുമ്പോ അങ്ങളെ ശരിയാക്കി തരാട്ടാ. ഞാൻ അതൊന്നും മെയിൻ്റെ ചെയ്യില്ല. ചേട്ടനിക്ക് എണ്ണൊന്നും ഞാൻ നോക്കണല്ലേ. എണ്ണിക്കോ കഥ 18 ഒന്ന് നിർത്തോ. 20 മെതി പോരാ പോരാ. പാവല്ലേ വിചാരിച്ചിട്ട് കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടില്ല. നുള്ളി വെച്ചു. എന്റെ 3 വട്ടം പണിഷ്മെന്റ് എടുത്തിട്ട് 1 വട്ടം പണിഷ്മെന്റ് കൊടുത്ത്. ഓക്കെ ആമിയ, അനക്ക് എന്നോട് ഈറൊന്നുമില്ലല്ലോ, വ്യക്തിപരമായിട്ട് ഈറില്ലല്ലോ. തരാം ഇക്കൂസേ കേട്ടോ. ഇതിനുള്ളത് ഇരട്ടിയായിട്ട് ഞങ്ങൾ തന്നിരിക്കും. നിങ്ങളുടെ ഈ കോണിമ്പെല്ല അടിക്കണ പോലത്തുള്ള കീണി ഞാൻ മാറ്റി തരാട്ടാ. ആയിക്കോട്ടെ. തോറ്റ് പണിഷ്മെന്റ് എടുത്ത് നിങ്ങൾ എന്തിനാ ലെവൽ ഓഫ് ചെയ്തേക്കണ്ട് ഇക്കൂസേ? ഞാൻ ഓഫാക്കിച്ചതാ. ഇക്കൊണ്ട് ചോക്ക് ലാസ്റ്റ് മാച്ചോ മനച്ചോ ഇല്ല ഇജ് കളില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഓക്കെ ഇത്തിരി കോരെ സംസാരിച്ചേക്ക. കുറിച്ചിട്ടു എവിടെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന എവിടെ കുറിച്ചിട്ടോ? വരയിട്ട പേപ്പറിൽ, വരയിടാത്തതല്ല, വരയിട്ട പേപ്പറിൽ കുറിച്ചിട്ടു. ഇത് നിങ്ങൾക്കുള്ളത് ഞാൻ തന്നിരിക്കും തിരിച്ച്. അങ്ങനെ വെച്ചാൽ എനിക്ക് കല്യാണക്കുറി കല്യാണക്കുറി തിരിച്ചു തരും. എന്തിന്? വെറുതെ വായിക്കാന്. എന്തിന് നിങ്ങളുടെ കല്യാണക്കുറി? എനിക്ക് വെറുതെ ഓർത്തിരിക്കാനൊക്കെ. അതിനും ഭേദം മറ്റേ ബാലരമ വായിച്ച് ചിരിച്ചാ പോരെ. എനിക്ക് നിങ്ങളുടെ വൃത്തികെട്ട കല്യാണക്കുറി ഞാൻ വായിക്കണു. ഒരു കഥ ഞാൻ ചൊല്ലട്ടെ. എനിക്ക് ഇന്നെ പറ്റി ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല. 8 കാലിന് 8 വട്ടം പിടിച്ചിട്ട് അതിന്റെ 8ാമത്തെ കാല് വട്ടം കറക്കി തല്ലി ഓടിച്ചവനാണ് കരീം. ഓക്കെ, മനസ്സിലുണ്ടോ? നിങ്ങളുടെ കളി 8 കാലിയുടെ അടുത്ത് മാത്രമേ നടക്കുള്ളൂ. മനുഷ്യന്മാരുടെ അടുത്ത് നടന്ന കോലി അടിച്ചു തിരിക്കും. മനസ്സമാറ്റി ഞാൻ കളിക്കൂല. അതെനിക്കറിയാം, മനുഷ്യന്മാരായിട്ട് കളിക്കൂലല്ലോ. ഇല്ലല്ലോ കളി. 8 കാലിന്റെ പെരയിൽ വന്ന് കൂട് കൂട്ടി കഴിഞ്ഞ തല്ലി പൊളിച്ചവനാ കരീം. നിങ്ങളെ കൊണ്ട് അതേ പറ്റുള്ളൂ. എന്നിട്ട് 8 കാലിലൂടെ ഞാൻ ചോദിച്ചു, ധൈര്യം ഉണ്ടെങ്കിൽ കൂട് കൂട്ടും. സൂമിനെ പേര് സൂമിന്ന് പറയുമ്പോ തന്നെ ഇങ്ങനെ വരയ്ക്കും കരീം. 8 കാലി 8 വട്ടം മണ്ടി ആളാണ്. ആ കളി ഇന്നിട്ട് കളിച്ചണ്ട. ഓക്കെ, അരനക്ക് ഓന്തിനെ 2 വട്ടന്റെ മുന്നിൽ ആള് പേടിച്ചിട്ട് കളറ് മാറി. ആദ്യം പച്ചാക്കി, പിന്നെ അത് വെയിലിന്റെ കളറാക്കി. 3 വട്ടം മാത്രം പറഞ്ഞു, ഓന്തേ ഈ ജിഞ്ഞ് കളർ മാറി എൻ്റെ സ്വഭാവം മാറുന്ന പറഞ്ഞു. വീണ്ടും ആളെ കളിയാക്കി. വീണ്ടും ആണ് പറഞ്ഞു എൻ്റെ സ്വഭാവം മാറും ഇജ്ജ് വെറുതെ. വീണ്ടും ഓന്ത് ആളെ കളിയാക്കി. കരീം വിട്ടില്ല. ചെമ്പട്ടി ഉണ്ടായിരുന്നു അവിടെ. നല്ല ക്രിക്കറ്റ് കളിക്കുന്ന ബാറ്റ് ഉണ്ടെന്ന് കൊടുത്തു തലക്ക്. ചാപ്പ ചത്തു. സിമ്പിൾ നമ്പർ. ആ കരീം കൂരനാണ്. ഓക്കെ, വീരപ്പനെ ഒറ്റ കൊടുത്തതാരാ? കരീമും എന്റെ ശിഷ്യൻ നൗഫലും. കാരണം എന്താ? കാട് കിട്ടുകിട്ടാ പറപ്പിച്ച വീരപ്പനെ എനിക്കറിയില്ലേ? ചന്ദനം വീട്ടിലെ വീരപ്പനെ അറിയില്ലേ? എന്തിനെ ഒറ്റ കൊടുത്തു എന്ന് പോയിക്ക്. ഞാന് വീരപ്പന്റെ അനുയായി ചെയ്യുന്നു, നൗഫൽ അനുയായി ചെയ്യുന്നു. വീരപ്പൻ നടുവ് കൂടെ പോകുമ്പോൾ ആന കണ്ടു. നൗഫൽ വെറുതെ നൗഫലിന്റെ ഒരു ആഗ്രഹം പറഞ്ഞു, എനിക്ക് ആനയുടെ നടുവത്ത വാല് ഒന്ന് വേണമെന്ന് പറഞ്ഞു. നൗഫൽ പറഞ്ഞു. നൗഫൽ ചോദിച്ചു, വീരപ്പൻ പറഞ്ഞു നോട്ട് ടച്ച് മീന്ന്. അത് ആരടേത്? കൂരനായ കരീമിന്റെ ഇടയില്. ഒന്നും നോക്കില്ല. വീരപ്പൻ ആദ്യം കാല് വെട്ടി, കജ്ജ് വെട്ടി,
തളർത്തി ചെക്ക് പോസ്റ്റൊക്കെ അടിച്ചു പൊട്ടിച്ചു ഞങ്ങള്. ആ എന്നിട്ട് ആനയുടെ വാല് മുറിച്ചിട്ട് അതിന്റെ ഒരു പീലി നോഫലിന് കൊടുത്ത് ഇന്നും എൻ്റെ കാലം ആനവാൽ മോതിരം. പീലിയോ? അതെ, മുടിയില്ലേ, ആനയുടെ വാൽമണ്ണാണ് മുടിയില്ലേ, അതിന് പീലി എന്നല്ലല്ലോ പറയുന്നത്. തമിഴ്നാട്ടിൽ അതിനാണ്ടാ പറച്ചില്, കേരളത്തിൽ എന്താന്ന് കറില്ല. അങ്ങനത്തെ കരീമിനായിട്ട് കളിക്കുമ്പോ 8ഉം 10ഉം ശ്രദ്ധിക്കണം. ഓക്കെ, പാളിസായില്ല കരീമ, വലിയ ഡയലോഗ്. കളിക്കണ്ടാന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് കളിച്ചതല്ലേ, നിങ്ങക്ക് ഇന്നെ തോപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ വിട്ടു തന്നതാ. എന്റെ ആൾക്കാരോട് ഞാൻ പറഞ്ഞിരിക്കണം അടിക്കണ്ടാന്ന്. ജയിക്കട്ടെ. ഞാൻ ഒറ്റക്ക് വന്നോണ്ട് ഇത് രക്ഷപ്പെടും. എന്റെ ഒപ്പമുള്ള ശിക്ഷ ഉണ്ടല്ലോ, 1 തൊട്ട് 2ാമത്തെ തലവിട്ട ആളാ നൗഫൽ. ആരും മറ്റേ നൗഫൽക്കായ? ആ, വെളിച്ചുള്ള നൗഫൽ. ആർക്കറിയില്ല, വെളിച്ചുള്ള ഫുള്ള് മേത്ത് വെച്ചിട്ട് അവന് പണ്ട് കുറുവാ സംഘത്തിലായിരുന്നു. അവിടുന്ന് ഞാൻ രക്ഷപ്പെടുത്തി കൊടുന്ന നൗഫലിനെ. അങ്ങനെ എന്തൊക്കെ കഥകളുണ്ട്. അതുകൊണ്ട് ഇപ്പൊ രക്ഷപ്പെട്ടു. മഞ്ഞക്കാടുണ്ടല്ലേ? മഞ്ഞക്കാടുണ്ടല്ലേന്ന്? ഇല്ല, എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. ഉണ്ട്, മഞ്ഞക്കാട് ഉണ്ടെന്ന് എനിക്കറിയാം. ഉണ്ട്, എനിക്ക് പിരാന്താന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. ആ, അതന്നെ ഞാൻ പറഞ്ഞ മഞ്ഞക്കാട് ഉണ്ടെന്ന്. ശരീരത്തിന് മാനസിക വിഭ്രാന്തിയാണെന്ന് നമുക്ക് മനസ്സിലായിക്കണം. പിന്നെ ഒരു സംഭവം കൂടി എന്നോട് പറയട്ടെ. വയനാട് ചുരത്തേക്ക് ഉപയോഗിക്കണ എന്തെങ്കിലും നോഫൽ ചോളാപ്പൊരി തിന്നിരുന്നു. അതും 5 ഉറുപ്പ്യക്ക് കായില്ലാത്തടത്ത് വാങ്ങിക്കൊടുത്താ ഞാൻ നൗഫലും. കൊരങ്ങൻ വന്നിട്ട് അത് വാങ്ങി. നൗഫൽ 2 മിനിറ്റ് പറഞ്ഞു, കെരു ഹിന്റെ ചോളാപ്പൊരിന്ന്. മുന്നും പിന്നും നോക്കില്ല. അപ്പ കൊരങ്ങനെ തച്ച് തല പൊട്ടിച്ച് അവിടുന്ന് സൂപ്പാക്കി തിന്ന് ഞങ്ങൾ ഉള്ള കൊരങ്ങന്മാരെ ഫുള്ള് തച്ചു വിളിച്ച് അതിന്റെ സൂപ്പ് കുടിച്ച ആൾക്കാർ ഞങ്ങള്. ഇപ്പൊ ചുരത്തിലൊരു കൊരങ്ങ ഉണ്ടാവില്ല, കുരുവിന്റെ പേര് കേട്ടാ പേടിക്കും. വെറുതെ അല്ലേ നിങ്ങൾ ഇങ്ങനെ കുരങ്ങന്റെ കൂട്ട് കാണിക്കുന്നത്? അതിന്റെ സൂപ്പ് കുടിച്ചിട്ടാ. വസലാക്കിയല്ലോ ആളെ. അത് വസലാക്കിയതല്ലോ. ഞാൻ കാര്യം പറഞ്ഞതല്ലേ, നിങ്ങൾ വെറുതെ അല്ല കുരങ്ങന്മാരോട്ട് ഇടക്കിടക്ക് വെറുതെ അല്ല നിങ്ങൾ അങ്ങനെ കാണിക്കുന്നത്. ഇപ്പോഴല്ലേ മനസ്സിലായത്. ഞാൻ പോട്ടെ. ഇതുകൊണ്ട് കേട്ടിട്ട് പോയിക്കോ. എനിക്ക് എപ്പോഴും ഓർമ്മയിലുണ്ടാവണം, 98 ജില്ലയിൽ 58 കേസുള്ള കൊടും ക്രിമിനലാണ് ഞാൻ. അതിന് എത്ര പോലീസ് വരെ എന്നെ കണ്ടാ പേടിക്കും. അതിന് ഉറുമ്പിനെയും ഓന്തിനെയും പല്ലിനെയും പാറ്റേനെയും കൊതുകിനെയും കൊന്നതിനല്ലേ. പണ്ട് എസ് ഐന്റെ വണ്ടി ടയർ പഞ്ചറായി റോട്ടിൽ നിന്ന് ടയർ മാറ്റുമ്പോ എസ് ഐനോട് വെച്ച് എന്ത് വെച്ചു, മുന്നും പിന്നും നോക്കില്ല, വെട്ടി തകർത്തു. കൂരനായ കുരു. 18 ജില്ലയിൽ 89 കേസ് ഇഞ്ഞും പിടികിട്ടാ പുള്ളി. പെയ്ക്കോ, എപ്പോഴും എനിക്ക് പേടി ഉണ്ടായിക്കോട്ടെ. പെയ്ക്കോ, എന്റെ പേര് കേൾക്കുമ്പോ എനിക്ക് പേടിക്കണം. പോട്ടെ കരീമുക്ക. കൂരെന്ന് വിളിച്ചോ കരീമുക്ക? എന്താ? ബൈ ബൈ. ഓക്കെ ബൈ.